അസ്സലാമലൈക്കും. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്താണ്ടി കമൻറ്റും ചെയ്താണ്ടി ലൈക്കും ചെയ്താണ്ടി. അപ്പം ഞാൻ ഇന്നലെ റമദാൻ 1ൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അതിൽ കമൻറ്റ് ബോക്സ് ഓഫായിട്ടോ. പിള്ളേരെ കാണിച്ചിട്ടാണ് തോന്നുന്നു കമൻറ്റ് ബോക്സ് ഓഫായി, എന്താണെന്നറിയില്ല. മിക്കവാറും അങ്ങനെ തന്നെ ആവും. പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ പിള്ളേരങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം അതന്നെ ആയിരിക്കും. ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സ് ഓഫായി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ഇടും കുട്ടികളെ കാണിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തോന്നുന്നു എൻ്റെ ഇന്നലെ സംഭവിച്ച് പിള്ളേരെ കാണിച്ചപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായി. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെ അല്ലേ? ഞാനിതാ ഉമ്മ ഉണ്ട് കേട്ടോ അടുക്കളയിൽ. ഉമ്മ കയറി അടുക്കളയിൽ. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിട്ടിയ ചിയാ സീഡാണ്. അതല്ല, അത് ചീസാണ്. ഞാൻ ചിയാ സീഡാണ് ചോദിച്ചത്. അല്ല, ഒരു മണി പോലത്തെ ഇല്ല അല്ലേ? ചീസാ കൊടുക്കുന്നത്. അത് ഞാൻ മോനെ ചിയാ സീഡിന് പറഞ്ഞയച്ചിരുന്നു കേട്ടോ. പാലിനും ചിയാ സീഡിനും കടയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. പക്ഷെ അവർ ചീസ് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുക ഇതാണോ എന്നുള്ളത്. ഇന്ന് ഉമ്മ അടുക്കളയിൽ കയറി കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. കുഞ്ഞു വിശേഷം കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ ഞാൻ വന്ന് നോക്കുമ്പോൾ ദോശ പാരാട്ടോ. നേരെ 5:30 മണിയായിക്കണ്. പിന്നെ എൻ്റെ ഉമ്മാക്കാന്നുണ്ടെങ്കിൽ ഇപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. 10 മണിക്കാണ്ട് എൻ്റെ ഉമ്മാക്ക് ഡയാലിസിന് ഇപ്പാനായിട്ട് പോവും വേണം. അപ്പോൾ ദോശ പാരലും കറി ഉണ്ടാക്കുന്ന പരിപാടി രണ്ടും കൂടിയാണ് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇപ്പം അങ്ങനെ സുഖിച്ച അവിടെ നിൽക്കണ്ട, ഈ ചിക്കൻ അങ്ങോട്ട് കഴുകി കാട്ടുന്നിട്ട് ഞാൻ ചിക്കൻ കഴുകി കൊടുക്കാൻ കേട്ടോ. പിന്നെ ഉമ്മാനെ കാണുമ്പോൾ തന്നെ എനിക്ക് പണിൻ്റെ കാര്യത്തിൽ ബാക്ക് തിരിച്ചിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. അത് പണ്ടേ ഉള്ളതാണ്. ഞാൻ പിന്നെ ചടപടയിച്ചിട്ട് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൂമിക്കാൻ വേണ്ടിയിട്ട് ചീരുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു. പിന്നെ കുറച്ച് ചീരുള്ളി ഞാൻ എടുക്കുള്ളൂ. ഇപ്പാക്ക് ചെറിയ ഉള്ളി കൊടുക്കാൻ പാടില്ല. ഇപ്പൊ വിലുവിന് രാവിലെ കൊടുത്തിരുന്നു. മറ്റോ പറഞ്ഞു കിട്ടിയിരുന്നു. ചീരുള്ളി ഇപ്പം കൂട്ടാൻ ഞാൻ സംഭവേ തരിക്കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ. ഇമ്മ ദോശയും ചുട്ടി കറി വെച്ചാണ്ട് ഇമ്മ അവിടെ പോയി. ഇനി ഇതൊക്കെ എൻ്റെ പടിയാണെന്ന് ഇമ്മ പോയി ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുക. സംഭവം എനിക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ നമ്മുടെ യൂട്യൂബ് മാമയിലുണ്ടാവില്ല എല്ലാ സംഭവങ്ങളും. അതിൽ നോക്കിയാണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കി. ഞാൻ നല്ല പറഞ്ഞിരുന്നില്ല, നല്ല വലിയ സ്പെഷ്യലായിട്ടൊന്നും പൊരിച്ചത് കരിച്ചത് അങ്ങനെയൊന്നും ഉണ്ടാക്കില്ലാന്ന്. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാക്ക് അത് അത്യാവശ്യം ഉപ്പാക്ക് വേണ്ടേ. അപ്പൊ പിന്നെ പൊരിച്ചതൊന്നും ഉണ്ടാക്കുന്നില്ല, പൊരിച്ചതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് തൈക്കഞ്ഞി ദോശ കറി അത്ര തന്നെ. പിന്നെ വെള്ളം കലക്കിയത് ഫ്രൂട്ട് കാര്യങ്ങളൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട്. കാരണം ഇപ്പാൻ്റെ മുന്നിൽ വെച്ച് കാട്ട് തിന്നാനും കഴിയൂല. പിന്നെ നമ്മളിപ്പം എൻ്റെ ഇപ്പ എങ്ങനായാലും ഇപ്പം എന്താ പറയാന്നറിയോ, ഡോക്ടർമാർക്കൊന്നും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് പൊട്ടാസ്യം കൂടിയിട്ട് ഇപ്പാനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് സംഭവം പോലെ ഫ്രൂട്ട് തിന്നതാണ്. ഫ്രൂട്ടും എൻ്റെ മൂത്ത മോനെ കൊണ്ട് സോഡൊക്കെ കൊണ്ടിച്ച് കുടിച്ചിരുന്ന ആള്. അങ്ങനെ ആൾക്ക് പെട്ടെന്ന് സുഖയ്യാറായിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വാശി പിടിക്കണം ഓരോ ഭക്ഷണത്തിനും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിൻ്റെ മോളെ അതാണ്, വേറെ ഒന്നുമല്ല. എന്നിട്ട് ഞങ്ങൾ നോമ്പറക്കുമ്പോൾ നമ്മളതായ ഇതിൽ ഒതുങ്ങിയതുകൊണ്ട് നോമ്പറക്കാൻ വെച്ച്. കാരണം ഇത് കുടിച്ചിട്ട് കുഴപ്പമില്ല, അങ്ങനെ തരിക്കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇപ്പം അത് പറ്റൂല. അത് ഓവറായാൽ അത് തീരെ പറ്റൂല. അല്ലാതെ പൊട്ടാസ്യമൊക്കെ കൂടുവാൻ തേങ്ങ, ചെറിയ ഉള്ളി, പിന്നെന്താണ് മാങ്ങ, അങ്ങനത്തെ പൊട്ടാസ്യം കൂടുന്നുണ്ടാവും. ഇപ്പോൾ വിഞ്ഞാന്നാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഒക്കെ തിന്നു. അതേപോലെ മറ്റേ പൈനാപ്പിൾ ഇല്ലേ, പൈനാപ്പിളും തിന്ന്. അതൊക്കെയാണ് ഇപ്പം കൂടുതൽ. ഇപ്പോൾ ഡയാലിസിസ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. നമ്മളിങ്ങനെ
നിയന്ത്രിച്ചാൽ മതി, ഡയാലിസിസ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പൊട്ടാസ്യം കൂടുതലേ അപ്പൊ ഛർദിച്ചു. ഞങ്ങളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല, വലിയ സ്ഥിതി അത്രയും മോശമായിരുന്നു. ഞങ്ങള് ഇത്തിരിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ മാത്രമുള്ള ചെറിയ ചെറിയ പാത്രമൊന്നും ഇല്ല എൻ്റെ അടുത്ത്. ഇത് ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ പാത്രമൊന്നുമില്ല. അപ്പൊ ഞാനുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ടീച്ചറിലാണ് നമ്മൾ തയ്ക്കൽ ഉണ്ടാക്കുന്നത്. തയ്ക്കഞ്ഞി ഉൾപ്പെടുമ്പോ ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നമുള്ള അപ്പൊ ഞങ്ങള് ബാങ്കൊക്കെ കൊടുത്തപ്പോ ഞങ്ങള് നോമ്പ് അറിഞ്ഞിരുന്നുകാണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഇരുന്നുകാണ്ട് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നുകാണ്ട് അതൊക്കെ പറഞ്ഞുകാണ്ട് ചിരിച്ച് അങ്ങനെ കുഴപ്പമില്ലാതെ നോമ്പൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും വരണ്ട്. അസ്സലാമു